പിതാവായ ദൈവം ഒരുക്കുന്നത് മനുഷ്യ മക്കളുടെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. ആ രക്ഷാകര പദ്ധതിയിൽ ദൈവം മനുഷ്യരുടെ സഹകരണം എപ്പോഴും ഉറപ്പാക്കുന്നുണ്ട്. നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുകയില്ല എന്ന് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു. ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചപ്പോഴും മനുഷ്യൻ്റെ സഹായവും സഹകരണവും തേടി. നിർമ്മലയും വിശുദ്ധവും ആയ ഈ ഭൂമിയിൽ ജീവിച്ച മറിയം എന്ന നസറത്തുകാരി പെൺകുട്ടിയുടെ സഹകരണമാണ് ദൈവം അന്വേഷിച്ചത്. അവളുടെ അടുക്കലേക്ക് തൻ്റെ ദൂതനായ ഗബ്രിയേലിനെ ദൈവം അയച്ചു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ലൂക്ക 1-ാം 28 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവത്തിൻ്റെ ഇഷ്ടം ദൂതൻ അവളെ അറിയിച്ചു. ദൈവപദ്ധതികൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്കൊരിക്കലും പെട്ടെന്ന് പിടികിട്ടി എന്ന് വരില്ല. അത് നമ്മെ ചിലപ്പോൾ കുഴപ്പിക്കുന്ന ചിന്തയിലേക്ക് നയിക്കാറുണ്ട്. മനസ്സിലായാലും ഇല്ലെങ്കിലും ദൈവഹിതത്തിന് ആമേൻ പറയുക എന്നതാണ് ഏറ്റവും നല്ല ജീവിത തീരുമാനവും മറുപടിയുമെന്ന് മറിയത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. മറിയം ദൂതനോട് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന്. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച് അതിനായി ജീവിതം സമർപ്പിച്ചതിനാൽ മറിയം ഭാഗ്യവതിയായി തീർന്നു. ലോകരക്ഷകനായ യേശുവിൻ്റെ അമ്മയായി. പരിശുദ്ധ ജപമാലയുടെ ലുത്തീനിയയിൽ നാം അവളുടെ അപദാനങ്ങൾ വാഴ്ത്തിപ്പാടി അവളുടെ മാധ്യസ്ഥം വഴി നിരവധി അനുഗ്രഹങ്ങളും നന്മകളും സ്വീകരിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെ നാം ബഹുമാനിക്കുകയും പ്രത്യേകം വണങ്ങുകയും ചെയ്യുന്നു കത്തോലിക്കാ സഭയിൽ. അമ്മയോട് നാം മധ്യസ്ഥം യാചിക്കുന്നു. കാരണം ഈ ലോകം വിട്ടുപോകുന്നതിന് മുമ്പ് കർത്താവായ യേശു കുരിശിൽ കിടന്ന് തൻ്റെ അമ്മയ്ക്ക് മക്കളായ നമ്മെ യോഹന്നാന് ഏൽപ്പിച്ചു കൊടുത്തു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. യോഹന്നാൻ 19:26. അമ്മയോട് ബഹുമാനവും സ്നേഹവും പ്രത്യേക വണക്കവും കാണിക്കുന്നത് വിശുദ്ധിയുടെ ലക്ഷണവും വിശുദ്ധിയിലേക്ക് വളരാൻ സഹായിക്കുന്നതുമാണ്. കാരണം വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ദൈവം അയച്ച ദൂതനാണ് ആദ്യമായി അവളുടെ അപദാനങ്ങൾ പാടിപ്പുകഴ്ത്തുന്നത്. ദൈവേഷ്ടം അനുസരിക്കുന്നവരാണല്ലോ മാലാഖമാർ. ദൈവത്തെ അനുസരിക്കുകയും ദൈവേഷ്ടം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ തീർച്ചയായും ദൈവം തൻ്റെ പദ്ധതി പ്രകാരം ദൈവമാതാവായി ഉയർത്തിയ പരിശുദ്ധ മറിയത്തെയും ബഹുമാനിക്കും, വണങ്ങും. പാപഭംഗിലുമായ ഈ ലോകത്തിൻ്റെ ഏക അഭിമാന കാരണം എന്നാണ് വിശുദ്ധാത്മാക്കളും സത്യ കത്തോലിക്ക സഭയും മറിയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്.